ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രയാലകം. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് കാണുമല്ലോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഒരു ഡ്രീം വേൾഡായിരുന്നു മലമ്പുഴ. അപ്പോൾ മലമ്പുഴയിലേക്ക് ഓഫീസിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു ലീവ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ മലമ്പുഴയിലേക്ക് പോകാമെന്ന് കരുതി. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ മലമ്പുഴ കണ്ടിട്ടില്ല. കോയമ്പത്തൂർ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ പോലും അവർക്കൊന്നും മലമ്പുഴയുടെ ഒരു പ്രാധാന്യത്തെ പറ്റി അറിയില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ളവർക്കായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം സ്റ്റഡി ടൂറിന് വന്നിട്ടുണ്ടല്ലോ. ഞാൻ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ, 1 ഡേ ടൂർ മാതിരി. പിന്നെ അതിന് ശേഷം ഞാൻ 7 വർഷം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ മലമ്പുഴയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. അന്ന് അവിടെ നിന്ന് നമുക്ക് കളിക്കാൻ പോലും ഒരു സ്ഥലം, നമുക്കൊരു ചാൻസ് കിട്ടാറില്ലായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ ക്യൂ ഒക്കെ, ടീച്ചേഴ്സൊക്കെ അത്രയ്ക്കും നല്ലൊരു സംരക്ഷണയോട് കൂടിയായിരുന്നു നമ്മളെ കൊണ്ടുപോയി. ഇന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങളടക്കം അവിടുത്തെ ഗാർഡനിങ് ചെയ്യാനുള്ള ആളുകളടക്കം ഒരു 100 പേരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. ആളുകൾ വളരെ കുറവായിരുന്നു. പിന്നെ ഒരു സ്കൂൾ ടീം മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കൊച്ചുകുട്ടികളുടെ. പിന്നെ ഞങ്ങളെപ്പോലുള്ള വളരെ അപൂർവമായിട്ട്, അതായത് വിശാലമായി കിടക്കുകയാണ്. ഗാർഡനൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. പൂക്കളൊന്നുമില്ല, എല്ലാം അത് നശിച്ചു എന്ന് തന്നെ പറയാം. 7 വർഷം മുമ്പ് വരുമ്പോഴും ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അന്നും കൂടി കുറച്ചൊക്കെ സ്കൂൾ ടീമുകളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാലക്കാട് എത്തുമ്പോൾ അന്നൊരു മഴ ദിവസമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ പേടിച്ചു പോയി. കാരണം ഞങ്ങൾ കാല് കുത്തുമ്പോൾ തൊട്ട് നല്ല മഴ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കടയിലുള്ള ആൾ പറഞ്ഞു ഇന്ന് മഴയാണെന്ന്. പത്രത്തിൽ കണ്ടില്ലായിരുന്നോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളോട്ടേക്ക് വന്നു. അപ്പോൾ ലൈറ്റായിട്ട് മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടയൊന്നും നിവർത്തേണ്ട ആവശ്യം വന്നില്ല. അതൊരു ലൈറ്റായിട്ടൊരു മഴ, അതും ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോയി. പിന്നെ അതിനുള്ളിലൊക്കെ ചുറ്റി കണ്ടു ഒക്കെ. വളരെ പരിതാപകരമായിരുന്നു മലമ്പുഴയുടെ അവസ്ഥ. സത്യത്തിൽ സങ്കടം വന്നു. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് വന്ന ഒരു വിശേഷങ്ങളും അവസ്ഥകളൊക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ അത്ഭുതം തോന്നി. നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇതൊക്കെ ശരിക്കും പരിപാലിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഗാർഡനൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഗാർഡനാണല്ലോ. അപ്പോൾ പൂക്കളൊന്നുമില്ല സത്യത്തിൽ. ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം പുല്ലുകളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ചെടികളുണ്ട്, അത്ര തന്നെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മളൊക്കെ ഒറ്റയ്ക്ക് വരുന്നത് വളരെ ഡേഞ്ചറാണെന്ന് തോന്നി. കാരണം ആരും വരാത്ത കോർണറുകളിലൊക്കെ മുളങ്കാടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ലവേഴ്സിൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു. ക്ലാസ്സിലേക്കാണെന്നൊക്കെ പറഞ്ഞു വരുന്നവരുടെ ഒരു സംഗമങ്ങളൊക്കെ അവിടെ കണ്ടു. അതൊക്കെ കുറച്ച് ഡേഞ്ചറായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ലൈറ്റായിട്ട് മഴയും കൊണ്ട് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് പോയി. അത് കുറച്ച് പിന്നെ മലമ്പുഴ യക്ഷിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ പിന്നിൽ കൂടെ കുറച്ച് ദൂരം പോകണമായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ കൂൾബാർ ക്യാൻറ്റീനൊക്കെ മാതിരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചു. അങ്ങനെ മേലേക്ക് പോയി. അവിടെ കുറച്ചും കൂടി നല്ല സ്ഥലമായിരുന്നു കേട്ടോ, കുറച്ചും കൂടി വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം. പക്ഷെ അവിടെ ഒരൊറ്റ കുട്ടി പോലും ഇല്ല. കുറേ നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നായ്ക്കൾ അങ്ങനെ ഒരു അക്രമ സ്വഭാവമുള്ള നായ്ക്കളായിട്ട് തോന്നിയില്ല. മനുഷ്യനായിട്ട് വളരെ ഇണങ്ങുന്ന നായ്ക്കൾ. വഴികാട്ടിയായിട്ട് ഞങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. അത് കുറേ നേരം ഞങ്ങളെ പിന്നാലെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മുകളിലേക്ക് കയറുന്നവരെ. പിന്നെ അതുപോലെ തന്നെ ആ തൂക്കുപാലത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 50 ആളുകളിൽ കൂടുതൽ നടക്കാൻ പാടില്ലായിരുന്നല്ലോ. നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 50 ആളുകൾ അവിടെ അപ്പുറത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് അടുത്ത ആൾക്കാരെ കയറ്റി വിടുക. അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ആർക്കും കയറി നടക്കാം. കാരണം അവിടെയൊക്കെ സത്യത്തിൽ ഇപ്പോഴാണ് സത്യത്തിൽ പേടി, ഒരാളും ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി, മേലേക്ക് പോയി, പാലൊക്കെ കടന്ന് അപ്പുറത്തെത്തി, യക്ഷിയെയും കണ്ടു. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് ഡേഞ്ചറായിട്ട് തോന്നിട്ടോ. പിന്നെ ആ മുകളിലേക്ക് കുത്തനെയുള്ള ആ ഒരു സ്റ്റെപ്പ്, ഒരാൾക്ക് മാത്രം കയറാവുന്ന പോലെ ഡാമിൻ്റെ സൈഡിലുണ്ടായിരുന്നു സ്റ്റെപ്പ്. അതിലൂടെ അങ്ങനെ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ കിതച്ചു പോയി.
കാരണം അത്രയ്ക്കൊരു കുത്തനെയുള്ള കയറ്റമായിരുന്നു. മുകളിലേക്ക് പോയപ്പോൾ ആരെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ തീർന്നു. ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടോ നമുക്കും പോകാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഒരു സ്വർഗത്തിലേക്ക് ചെന്ന പോലെ ഒരു പ്രതീതി തോന്നിയത്. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു. അപ്പോഴേക്കിനും ഏകദേശം 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2:30 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് പോയത് തന്നെ. അതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ നല്ല മഴയൊക്കെ പൂർണ്ണമായിട്ടും പോയി. പക്ഷെ മഞ്ഞിറങ്ങുന്ന സമയമായിരുന്നു. മഞ്ഞും ആ പുഴയും എല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായൊരു കാഴ്ച. സത്യത്തിൽ ഞാൻ വണ്ടറടിച്ചു പോയി. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഡാമിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നിറയെ ആളുകൾ. എനിക്ക് തോന്നുന്നത് ഉള്ള തിരക്കുകളൊക്കെ അവിടെ തന്നെ ആയിരുന്നു മുകളിൽ. പിന്നെ അവിടെ ആ എൻഡിങ്ങിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഓപ്പണിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ആ മതിലിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു അതിൻ്റെ മുകളിൽ നിന്ന് കയറരുത്, വളരെ ഡേഞ്ചറാണെന്ന് പറഞ്ഞു. ഞാൻ അവരെ കണ്ണ് വെട്ടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോപ്പ് വേൻ്റെ മുകളിലൊന്ന് കയറി, അത് കയറാനും ആ മുകളിൽ ഇറങ്ങി നമ്മൾ വീണ്ടും താഴത്തേക്ക് ആ സ്റ്റെപ്പ് വെച്ച് ഇറങ്ങി മുകളിൽ എൻഡിങ്ങിൽ താഴത്തേക്ക് വരാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി പിന്നെ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്നിട്ടാണ് നമ്മൾ റോപ്പ് വേയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത് വേറെ സ്ഥലത്താണ് അതിൻ്റെ റോപ്പ് വേൻ്റെ എൻട്രൻസ് എല്ലാം. അതിലൂടെ പോയി റോപ്പ് വേക്കും പറഞ്ഞ പോലെ ആരും ഇല്ലായിരുന്നു. ഓരോന്നിൽ അപ്പോഴും ഇപ്പോഴൊക്കെ ആളുകൾ കയറുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതൊന്ന് കയറി ആസ്വദിച്ചു. ഏകദേശം 6:30 മണിയായപ്പോഴേക്കും താഴത്തിറങ്ങി. 6:30 മണിക്ക് എങ്ങാണ്ടോ അത് ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ കയറി പറ്റി. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഗാർഡനൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കണ്ടു. താഴത്തേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചങ്ങനെ കോയമ്പത്തൂർ എത്തുമ്പോൾ ഏകദേശം 9 മണിയായി. ഏതായാലും അതൊരു അനുഭവം. അന്നും ഫാമിലിയുടെ കൂടെ ആയിരുന്നു വന്നത്. കുട്ടിക്കാലത്ത് സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ടീച്ചേഴ്സിൻ്റെ കൂടെയും. ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.